Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. ഇന്ന് സാറിന് പകരം ഞാനാണ് കേട്ടോ. പകരം നാളെ സാറ് കയറും കേട്ടോ എന്റെ ക്ലാസ്സില്. ഓക്കെ ഓക്കെ, നമുക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രെയർ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ പ്രെയറിന്? This prayer. Dear God, thank you for this day and opportunities. Guide us with wisdom and compassion. May I find peace and strength in your presence. Amen. ഓക്കെ, സൈൻ ഇൻ ആരാണ്? ഞാൻ ചെയ്യാം ടീച്ചർ. Hello everyone. Good afternoon. I am Anju. I am excited to be joining today's online class. It's an honor to welcome Ashwati ma'am to our class. We are thrilled to have you on board and look forward to learning from your experience. Thank you. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എടുത്ത ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ഒന്ന് പേര് പറയണോട്ടെ. ഞാൻ ഓരോന്ന് ചോദിക്കാം, അത് എടുത്തിട്ടുള്ള ടീച്ചേഴ്സിന്റെ പേരൊന്ന് പറയാം ഓർമ്മയുണ്ടെങ്കിൽ കേട്ടോ. എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറയാം. ഞാൻ പറയട്ടെ, ചോദിക്കട്ടെ? ഓക്കെ. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്, പാർട്ട് 1 യൂണിറ്റ് 1 ആണ്. എടുത്തതല്ലേ? ഞാൻ എടുത്തതാണ് അല്ലേ? ഓക്കെ. Then health and hygiene, ജിഷ മാം എടുത്തതാണ് അല്ലേ? ഓക്കെ. Then food, nutrition and balanced diet, ഞാനല്ലേ എടുത്തത്? അതെ. Then common childhood diseases, അപർണ മിസ് എടുത്തല്ലേ? Then first aid, അപർണ ടീച്ചർ എടുത്തു. Then mental health and hygiene, ജിഷ മിസ് എടുത്തു അല്ലേ? കംപ്ലീറ്റ് ചെയ്തല്ലേ? ഓക്കെ അല്ലേ? Then health care ഞാനാണ് എടുത്തത്. Then child welfare, അപർണ മിസ്. ഓക്കെ. Then part 2 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, അപർണ മിസ്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, അപർണ മിസ് ആണ് എടുത്തത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലേ? അത് ചാപ്റ്റർ എടുത്തതാണ്. ഓക്കെ. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് എടുത്തായിരുന്നോ? അതും അപർണ മിസ് ആയിരുന്നു. ഓക്കെ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുത്തായിരുന്നോ? അപർണ മിസ് എടുത്തു. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഞാനാണ് എടുത്തത് അല്ലേ? അതെ അതെ. സൈക്കോളജി എടുത്തായിരുന്നോ? ടീച്ചർ എടുത്തു അല്ലേ? Then education psychology, ജിഷ മാം എടുത്തു. ഓക്കെ. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. എടുത്തോണ്ടിരിക്കുവാണെന്നാണ് തോന്നുന്നത്. എടുത്തോണ്ടിരിക്കുവാണ്. ഓക്കെ. നീഡ്സ് ഞാനായിരുന്നു എടുത്തത് അല്ലേ? നീഡ്സ്. ഓക്കെ. ഡിഫൻസ് മെക്കാനിസം ഞാനായിരുന്നു. എനിക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുത്തായിരുന്നില്ല ഞാൻ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുത്തായിരുന്നു. ഓക്കെ. ഒന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചോദിച്ചത്. എന്തെങ്കിലും തന്നിട്ടില്ല അല്ലെ? തരാം കേട്ടോ. എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ടേം എക്സാമിന്റെ മിഡ് ടേം എക്സാമിന്റെ അല്ലെ? ഓക്കെ. ടേം എക്സാമിന്റെ ഓക്കെ. എന്നായിരുന്നു? 23-ാം തീയതി അല്ലേ? ട്യൂസ്ഡേ വരുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും മോക്ക് ടെസ്റ്റ് കിട്ടാനുണ്ടോ നിങ്ങൾക്ക്?
ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയോ? ഏതെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും ഉണ്ടോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലാതെ? എല്ലാം നോക്കാണ്. നോക്കാണല്ലേ? നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. മിസ്സിന്റെ അത് മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു. ബാക്കി എല്ലാത്തിന്റെയും ഉണ്ട്. ബാക്കി എല്ലാവർക്കും ഓക്കെ. മിസ് ഈ മോക്ക് ടെസ്റ്റിന് തന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എക്സാമിന്? മോക്ക് ടെസ്റ്റ് തരുന്ന ടൈപ്പ് ആയിരിക്കും വരുന്നത്. ചിലപ്പോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എല്ലാരും അതുപോലെ ആകണമെന്ന് പ്രതീക്ഷിക്കരുത്. ചില വ്യത്യാസങ്ങൾ ചിലപ്പോ വരാട്ടോ. എന്നാലും മോക്ക് ടെസ്റ്റിൽ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഭൂരിഭാഗവും വരുന്നത്, മെജോറിറ്റി. ഈ എക്സാം ലൈവ് ആയിരിക്കോ? എങ്ങനെയാ? ലൈവ് എക്സാം ആണ് കേട്ടോ. 7 തുടങ്ങി 8 വരെ സമയം പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് മാർക്കൊക്കെ അപ്പൊ തന്നെ അറിയോ അല്ലെങ്കിൽ പിന്നീട് അറിയിക്കാണോ ചെയ്യാ? മാർക്ക് പിന്നീട് അറിയിക്കുക ചെയ്യുക. പിന്നീടാണ് അറിയിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണെന്ന് തോന്നുന്നത്. ഈ എക്സാം കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻസ് തന്നെ അല്ല ഈ ചാപ്റ്റേഴ്സ് തന്നെ ഇനി ലാസ്റ്റ് ഫൈനൽ എക്സാമിനും വരുമോ? ഫൈനൽ എക്സാമിന് വരും. ഫൈനൽ എക്സാമിന് നമുക്ക് എല്ലാവരും തിരിച്ചിട്ടുണ്ടല്ലോ, പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് വീണ്ടും വരും കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷൻ ഷാരൺ വീവർ മോഡല് അതുവരെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരെന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ. എന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞായിരുന്നോ? ഞാൻ സെന്റർ പറഞ്ഞായിരുന്നോ? സെന്റർ മാത്രം പറഞ്ഞായിരുന്നു. എഴുതാനായിട്ട് തന്നു, നോട്ട് തന്നു. ഓക്കെ. ഓക്കെ, അടുത്തത് ചാനൽ എഴുതിക്കോളൂ. ചാനൽ. എഴുതി തുടങ്ങിക്കോളൂ. ഇൻ കമ്മ്യൂണിക്കേഷൻ a channel means
A channel means the medium or path, the medium or path through which a message travels from in communication. A channel means the medium or path through 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 which a message travels from the sender to the receiver. The sender to the receiver. എഴുതിയോ? അപ്പൊ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ട്. അതിനകത്ത് ആദ്യത്തേതാണ് വെർബൽ. വെർബൽ എന്ന് പറഞ്ഞാല് ഫേസ് ടു ഫേസ് ടോക്ക് ആണ് കേട്ടോ. ഫേസ് ടു ഫേസ് ടോക്ക് ആണ് വെർബൽ. രണ്ടാമത്തേത് റിട്ടൺ ആണ്. ലെറ്റേഴ്സ് വഴി, ഇമെയിൽ വഴി, ടെക്സ്റ്റ് മെസ്സേജ് വഴി നമ്മൾ സന്ദേശം, അതായത് മെസ്സേജ് അയക്കുന്നത്. ദെൻ നോൺ വെർബൽ ആണ്. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ അത് ഗസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ ആകാം. ഓക്കെ. ലാസ്റ്റ് വൺ ഇലക്ട്രോണിക് ഡിജിറ്റൽ ആണ്. TV, റേഡിയോ, സോഷ്യൽ മീഡിയ. ഓക്കെ. അപ്പൊ പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ചാനൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. എല്ലാവരും എഴുതിയല്ലോ? ഒന്ന് തമ്പ് ചെയ്യട്ടോ എഴുതി കഴിഞ്ഞെങ്കില്. തന്നെ അടുത്തത് മെസ്സേജ് ആണ്. മെസ്സേജ് എഴുതി തുടങ്ങാം. മെസ്സേജ് ഈസ് ദ ഇൻഫോർമേഷൻ. മെസ്സേജ് ഈസ് ദ ഇൻഫോർമേഷൻ idea that sender wants WANTS. Sender wants to share with the receiver. Message is the information, idea that sender wants to share with the receiver.
എഴുതിയല്ലോ. അടുത്തത് പറഞ്ഞോട്ടെ. The person who receive message from sender. The person who receive a message from sender. Next പറയാലോ. Okay. Then next feedback എഴുതിക്കോളൂ കേട്ടോ. Feedback is the response. Or reaction given by the receiver back to the sender after receiving the message. ഒന്നുകൂടി പറയാം ഞാൻ. Feedback is the response or reaction given by the receiver back to the sender after receiving the message. എഴുതിയല്ലോ. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. അടുത്ത പേജ് എല്ലാവരും ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യും കേട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം. ടീച്ചർ ഈ ഫീഡ്ബാക്കും കൂടെ കഴിഞ്ഞിട്ടുള്ള താഴോട്ടുള്ള പോർഷൻ അല്ലേ? അതെ താഴോട്ടുള്ള പ്രശ്നം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ നിങ്ങള്? റീഡ് ചെയ്ത് കഴിഞ്ഞായിരുന്നോ? അഞ്ജു രാഗേഷ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സെക്കൻഡ് പേജിൽ എന്താ പറയുന്നതെന്ന്? ടീച്ചർ ഈ പേജാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്? അതാണ് ഫീഡ്ബാക്കിന് ശേഷമുള്ളതാണ്. ടീച്ചർ ഇത് മാറ്റാത്തത് അതാണ് ഞാൻ നേരത്തെ ചോദിച്ചതേ. അതായത് നമ്മൾ ഫീഡ്ബാക്കിന് ശേഷം അതായത് ഞാൻ കമ്മ്യൂണിക്കേഷൻ സൈക്കിളാണ് പറഞ്ഞത്, അതിന് ശേഷമുള്ള പേജ് റീഡ് ചെയ്യാനാ പറഞ്ഞത്. അവിടെ കൊടുത്തിട്ടില്ലേ 2 പിക്ചർ ഒക്കെ കൊടുത്തത് കണ്ടോ? കണ്ടു. ആ പേജ് റീഡ് ചെയ്യാനാ പറഞ്ഞത് കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ ടീച്ചർ ചെയ്യാം. To explain how any communication occurs, Berlow's model are useful. According to the Berlow's, any communication process involves the following elements. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എന്തെല്ലാം എലമെന്റ്സ് ആണ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അല്ല ടീച്ചർ ആർക്കെങ്കിലും പറയുമോ ടീച്ചർ? എനിക്ക് ശ്വാസം മുട്ടിന്റെ സൗണ്ട് ഇടപ്പന്നേ. കുഴപ്പമില്ല, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ. അച്ഛൻ പറയണ്ട കേട്ടോ, എനിക്ക് മനസ്സിലാവും. 2 ആഴ്ചയോളമായി ക്ലാസ്സിലും കയറിയിട്ട് നല്ല മുട്ടൽ. ഇന്നലെയും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ടാ വന്നേ. അതെല്ലേ? ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം കുറവ് തോന്നുന്നുണ്ടോ? ഇന്നലത്തിന് ശേഷം കുറച്ചുകൂടി സൗണ്ട് ഇത്രയും ഇല്ലായിരുന്നു ടീച്ചർ. നല്ല മുട്ടലും, പിന്നെ എനിക്ക് വലത് മൂക്കിനൊരു വളവുണ്ട്. അപ്പം ഇന്നലെ നോക്കായിട്ട് ബ്ലഡാ വന്നത്. ഈ ഫുള്ള് സാനിറ്റൈസറിന്റെ കെട്ടിക്കിടന്നിട്ടേ കൂടെ എങ്ങനെയാ. ഞാൻ ശരിക്കും പറഞ്ഞ MD9 ജോയിൻ ചെയ്ത ആളാ. അപ്പൊ അതിൽ ഒരു 1 മന്ത് നിന്ന് പിന്നെ ഇതേപോലെ എനിക്ക് വയ്യാണ്ടായി. 1 മാസത്തോളം എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനേ പറ്റിയില്ല. അപ്പൊ ഞാൻ അവരുടെ കൂടെ എത്തിയില്ല. അങ്ങനെയാണ് പിന്നെ സാറിനെ വിളിച്ച് പറഞ്ഞ് ഞാൻ ഇതിലേക്ക് മാറിയതാ. ഓക്കെ, സാരമില്ല കേട്ടോ, റെസ്റ്റ് എടുത്തോളൂ, കുഴപ്പമില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഓഫ് ആക്കുവാണേ ഓഡിയോ വീഡിയോയും. ഓക്കെ, വേറെ ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യത്? വായിച്ചിട്ട് മനസ്സിലായവര് ഞാൻ പറയട്ടെ മേഡം? പറഞ്ഞോളൂ. As per Berlow model, according to Berlow, any communication process involves the following elements. സയന്റിസ്റ്റ് ആയിരിക്കണം ബെർലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം കമ്മ്യൂണിക്കേഷൻ, അതായത് ആശയവിനിമയത്തില് താഴെ പറയുന്ന ഘടകങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ സെന്റർ അല്ലെ, നോയ്സ്. അതാണല്ലേ മാം? നോയ്സ് അതായത് നമ്മളൊരു കാര്യം ശബ്ദത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിനിമയ രീതിയിലൂടെ പറയുന്നത് ശബ്ദത്തിലൂടെ തന്നെ. എന്നിട്ട് ഫസ്റ്റ് അതിനൊരു എൻകോഡിങ്ങും ഡീകോഡിങ്ങും രീതിയുണ്ട്. അതായത് അവരുദ്ദേശിക്കുന്നതാണെന്ന് തോന്നുന്നു. എൻകോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഒരാളിനോട് പറയാൻ ഉദ്ദേശിക്കുന്നു, പിന്നെ പറയാൻ വേണ്ടി ഒരു ഡിവൈസ് ഉപയോഗിച്ച്
ആശയം അവരിൽ എത്തിക്കാനുള്ളൊരു പ്രോസസ്സ് ചെയ്തതിന് ശേഷമല്ലേ സെന്റർ അത് അല്ല ആ പ്രോസസ്സ് ചെയ്യുക. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണം വെച്ച് പറയാം. ആദ്യം ഞാനൊരു കാര്യം ഒരാളോട് പറയാൻ ഉദ്ദേശിക്കുന്നു, ആളിനെ ഡയൽ ചെയ്ത് വിളിക്കുന്നു, അതാണ് എൻകോഡിങ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആ ഫോണിലൂടെ ആ ഡയലിംഗ് പോയി മറ്റേ വ്യക്തിക്ക് കിട്ടുന്നു, അത് ചാനല്. നെക്സ്റ്റ് ഡീകോഡിങ്, ആ ഫോൺ ബെല്ലടി കേട്ട് ആ വ്യക്തി അതിനെ എടുക്കുന്നു, അത് ഡീകോഡിങ്. അതിനുശേഷം ആ ആശയം നമ്മൾ പറയുമ്പോൾ അവിടെ ആ റിസീവർ അത് റിസീവ് ചെയ്യുന്നു. അപ്പോഴൊരു ഫുൾ ചാനലായി മാറുന്നു അല്ലേ നമ്മള് പറയാനുള്ള കാര്യം. ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് കാര്യം പറഞ്ഞ് അപ്പോഴും സെന്റർ ആ കാര്യം കൊടുക്കുന്നു, റിസീവർ ആ കാര്യം റിസീവ് ചെയ്യുന്നു. അത്രയും പ്രോസസ്സ് നടക്കുന്നു. നെക്സ്റ്റ് സെന്റർ വായിക്കട്ടെ. സെന്റർ ഈസ് ദ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓൾ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ഹാവ് സോഴ്സ്. അതായത് ഏത് ആശയവിനിമയം നടക്കണമെങ്കിലും ഒരാൾ ആശയം പറയാൻ വേണം, ആ വ്യക്തിയാണ് സോഴ്സ് എന്ന് പറയുന്നത്. എനി കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട്സ് ഫ്രം സോഴ്സ് ടു സെന്റർ. ഓരോ കമ്മ്യൂണിക്കേഷനും സോഴ്സ് ഓർ സെന്റർ, ഓരോ കമ്മ്യൂണിക്കേഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് സെന്റർ എന്നാണ്. സെന്റർ ഹാസ് സം തോട്ട്, ഐഡിയ, or need or information that he wish to impart to another person or persons. സെന്ററിന് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഐഡിയ, എന്തോ ഒരു കാര്യം, ഒരു ആവശ്യം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് പറയാനുണ്ടായിരിക്കും. ആ പറയേണ്ട വ്യക്തിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയുന്നുവെങ്കിൽ ആ ഞാനാണ് സെന്റർ. നെക്സ്റ്റ് എൻകോഡ്. The idea are translated into code or set of symbols, especially in the form of language. അപ്പൊ നമ്മള് ഫോണിലൂടെ ഒക്കെ ആണെങ്കിൽ ലാംഗ്വേജിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. തൊട്ടടുത്തിരുന്നിട്ട് ചിലപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടും കാലുകൊണ്ടും ആശയവിനിമയം ചില സമയത്ത് ചെയ്യാറുണ്ടല്ലോ. അത് ആ ഐഡിയാസിനെ എല്ലാത്തിനെയും കൂടിയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ്. ദ മെസ്സേജ് ഇസ് ദ പേഴ്സൺ ഫിസിക്കലി പ്രോഡക്റ്റ്, സ്പോക്കൺ വേർഡ്സ്, പ്രിന്റഡ് വേർഡ്സ് ഓർ ഗ്രാഫിക് ഡ്രോയിങ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഫേസ് ഓർ ഗസ്റ്റേഴ്സ് ഓഫ് ദ ഹാൻഡ്. അപ്പൊ മെസ്സേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം നമ്മൾ റിസീവറിലേക്ക് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കോഡ്. നമ്മൾ അത് വാക്കുകളിലൂടെ പറയാം, എഴുതി കാണിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വരകളിലൂടെ കാണിക്കാം, നമ്മൾ ഫേസ് എക്സ്പ്രഷനിലൂടെ കാണിക്കാം. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന മെസ്സേജ് പാസ് ചെയ്യാൻ ആ വ്യക്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കോഡ്, ആ വ്യക്തി മനസ്സിലാക്കുന്ന കാര്യം, ആ കാര്യം അതാണ് മെസ്സേജ്. നെക്സ്റ്റ് ചാനൽ. ചാനൽ ഈസ് ദ മീഡിയം. അപ്പൊ ഏത് ചാനലിലൂടെയാണോ നമ്മൾ പറയുന്നത്, ഫോണിലൂടെ ആവാം, വരയിലൂടെ ആവാം, ലെക്ചറിങ്, ഡിസ്കസിങ്, ഡ്രമാറ്റൈസേഷൻ അല്ലെ, ക്വസ്റ്റ്യനിങ് ഓർ ചാനൽ ഇൻ ദ ക്ലാസ് റൂം. ചാനൽസ് ഇൻ ദ ക്ലാസ് റൂം. അപ്പൊ ക്ലാസ് റൂം ഉദ്ദേശിച്ചാണല്ലോ നമ്മൾ പോകുന്നത്. അതെ, ക്ലാസ് റൂമിനകത്ത് ലെക്ചറിങ്ങോ ഡിസ്കസിങ്ങോ. ലെക്ചറിങ് എന്ന് പറഞ്ഞാൽ ടീച്ചർ നമ്മുടെ അടുത്ത് കാര്യം പറയുന്നു. ഡിസ്കസിങ് ആകുമ്പോൾ കുട്ടികളും ടീച്ചറും ഒരുപോലെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ഒരാൾ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചുകൊണ്ടോ ഏത് രീതിയിലും ഏത് രീതി, ആ മനസ്സിലാക്കി തരുന്ന രീതി, അതാണ് ചാനലിങ്. നെക്സ്റ്റ് ഡീകോഡിങ്. അപ്പൊ നമ്മൾ പറയാനുള്ളൊരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു, എൻകോഡിങ്. ആ സാധനം ആ വ്യക്തിയിൽ എത്തുന്നതാണ് മീനിങ് ആൻഡ് ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റഡ്, ഡീകോഡിങ് എന്ന് പറയുന്നത്. പിന്നെ റിസീവർ ഡീകോഡ് ദ മെസ്സേജ് റിസീവർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യമാണോ മറ്റൊരാളിനോട് പറയാൻ ഉദ്ദേശിച്ചത് ആ വ്യക്തി അതിനെ ശരിയാവണ്ണം സ്വീകരിക്കുന്ന അയാളെയാണ് റിസീവർ എന്ന് പറയുന്നത്. ദെൻ ഫീഡ്ബാക്ക്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ശരിക്കും അവര് മനസ്സിലാക്കി, അണ്ടർസ്റ്റുഡ് ആൻഡ് ആഫ്റ്റർ റിസീവിംഗ് ഹർ ഡീകോഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദ മെസ്സേജ്. അതായത് നമ്മൾ പറഞ്ഞ അർത്ഥത്തിൽ, നമ്മൾ പറഞ്ഞ രീതിയിലും അർത്ഥത്തിലും ആ കാര്യത്തെ മനസ്സിലാക്കി അതിന്റെ ആൻസർ കിട്ടുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് മനസ്സിലാക്കി. വെരി ഗുഡ്, വെരി ഗുഡ് മഞ്ജു. താങ്ക് യു. ഓക്കെ, അപ്പോ നമ്മളിവിടെ ആദ്യം ഒരു മോഡല് നമ്മൾ പറയുകയുണ്ടായി. ഷാനൽ വിവർ മോഡലാണ് ആദ്യം നമ്മൾ നോക്കിയത്. അതിനുശേഷം അതിന്റെ തന്നെ കുറച്ച് എക്സ്റ്റൻഡഡ് വെർഷൻ ആയിട്ടുള്ള ഒരു പിക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്.
അതിനുശേഷം കൊടുത്തിരിക്കുന്നത് ബെർലോസ് മോഡലാണ്. ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് ബെർലോസ് മോഡലാണ്. ബെർലോ എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ തിയറിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും, അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു തിയറിയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ തിയറിയാണ് ബെർലോസ് മോഡൽ എന്ന് പറയുന്നത്. ലോകത്ത് പല ആളുകളും കമ്മ്യൂണിക്കേഷൻ തിയറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റു ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു തിയറിയാണ് ബെർലോയുടേത് കേട്ടോ. ഓക്കെ, ബെർലോസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ കോൾഡ് ദ SMCR മോഡൽ. അതായത് ബെർലോസ് മോഡലിലെ കമ്മ്യൂണിക്കേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണിത് SMCR മോഡൽ എന്ന് പറയുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഡേവിഡ് ബെർലോയാണ്. അപ്പൊ ബെർലോയുടെ കംപ്ലീറ്റ് നെയിം എന്താണ്? ഡേവിഡ് ബെർലോ എന്നാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞു അമേരിക്കൻ തിയറിസ്റ്റ് ആണ്. 1960 ബെർലോസ് മോഡല് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആണോ? പറഞ്ഞത് ഓക്കെയാണോ? ഓക്കെയാണ് അല്ലെ? 1960 ഡേവിഡ് ബെർലോ എന്ന് പറയുന്ന വ്യക്തിയാണ് ബെർലോസ് മോഡൽ ക്രിയേറ്റ് ചെയ്തത്. ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും വളരെയധികം ആളുകൾ ഫോളോ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു തിയറിയാണത് ബെർലോസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ബെർലോസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരാം. ബെർലോസ് മോഡൽ, അതായത് ഡേവിഡ് ബെർലോ പറയുന്നതിനനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് താഴെ പറയുന്ന ചില ഫാക്ടേഴ്സിനാൽ കണക്റ്റഡ് ആണ്. അതായത് ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നേരത്തെ മഞ്ജു വളരെയധികം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ആദ്യം സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ. Center is the source of communication. All communication must have a source. Any communication starts from source of center. Sender has some thought, idea, need or information that he wishes to impart to another person. Or person. അതായത് സെന്റർ എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു സോഴ്സ് ആണ് സെന്റർ എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത് സെന്ററിൽ നിന്നാണ്. ദാറ്റ് ഈസ് സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഒരു സോഴ്സ് ഉണ്ടാകും. അതായത് എല്ലാ കമ്മ്യൂണിക്കേഷനും എന്തുണ്ടാകും? ഒരു സെന്റർ ഉണ്ടാകും. സെന്റർ ഇല്ലാതെ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദാറ്റ് ഓൾ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ഹാവ് എ സോഴ്സ്. Then any communication starts from the source of center. ഏതൊരു കമ്മ്യൂണിക്കേഷൻ ആയാലും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് സെന്റർ അല്ലെങ്കിൽ സോഴ്സിലൂടെയാണ്. ഓക്കെ, അതുപോലെ തന്നെ സെന്ററിന് ചില തോട്ടുകൾ ഉണ്ട്. അതായത് സെന്ററിന് ചില തോട്ടുകൾ ഉണ്ട്, അതുപോലെ ഐഡിയാസ് ഉണ്ട്, നീഡ് ഉണ്ട്. ചില എന്താ പറയാ, അയാൾക്ക് ചില ചിന്തകൾ ഉണ്ടാകാം, അതുപോലെ ചില ഐഡിയാസ് ഉണ്ടാകാം, ചില ആവശ്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ചില അറിവുകൾ, ഇൻഫോർമേഷൻസ് അദ്ദേഹത്തിന് ഉണ്ടാകാം. ഇതെന്ത് ചെയ്യുന്നു? അദ്ദേഹം മറ്റൊരു വ്യക്തിയിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നു, മറ്റൊരു വ്യക്തിയിലേക്ക് പറയുന്നു, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇപ്പോ ഞാനെന്ന് പറയുന്നത് ഇവിടെ സെൻട്രൽ ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ചില ഐഡിയാസ് ഉണ്ട്, എനിക്ക് ചില തോട്ടുകൾ ഉണ്ട്, എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, എനിക്ക് ചില അറിവുകളുണ്ട്. ഇത് ഞാൻ നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നതിനെ എന്ത് പറയുന്നു? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. സെന്ററിന്റെ ജോലി എന്താണ്? അയാൾക്കുള്ള ചില അറിവുകൾ, അയാൾക്കുള്ള ചില തോട്ടുകൾ, ബിലീഫുകളൊക്കെ എന്ത് ചെയ്യാം? മറ്റുള്ളവരോട് പങ്കുവയ്ക്കാം. അതാണ് സെന്ററിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എൻകോഡ് ആണ്. എൻകോഡ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The ideas are translated into a code or a set of symbols, especially in the form of language. അതായത് അതായത് ഒരു സെന്റർ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഐഡിയാസ് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്തായിട്ട്? ചിലപ്പോൾ കോഡായിട്ടാകാം, അല്ലെങ്കിൽ സിംബൽസ് ആയിട്ടാകാം, അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ രൂപത്തിലാകാം. ഇത് പാസ് ചെയ്യുന്നതിനെയാണ് എൻകോഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ചില ഐഡിയാസ് ഉണ്ട്, അതുപോലെ തന്നെ അതായത് സെന്റർ തന്നെ ഐഡിയകൾ എന്ത് ചെയ്യുന്നു? ഒരു കോഡ് രൂപത്തിലോ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സിംബൽസിന്റെ രൂപത്തിലോ, അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ രൂപത്തിലോ തന്നെ മറ്റൊരാൾക്ക് പാസ് ചെയ്യുന്നതിനെ എൻകോഡിംഗ് എന്നാണ് പറയുന്നത്.
ഓക്കെ, ചിലപ്പോ നമ്മൾ ലാംഗ്വേജ് തന്നെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം എന്നില്ല ഒരു കമ്മ്യൂണിക്കേഷനിൽ. ചിലപ്പോൾ നമ്മൾ ചില സിംബലുകൾ യൂസ് ചെയ്യാം അല്ലെ. ഇപ്പൊ വാട്സപ്പ് മെസ്സേജ് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ സിംബൽസ് ഒക്കെയാണ്, ഇമോജീസ് ഒക്കെയാണ് യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ ഇമോജീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ചിലപ്പോൾ ഓപ്പോസിറ്റ് നൽകുന്ന ആൾക്ക് ചിലപ്പോൾ അറിയാനായിട്ട് സാധിക്കും ആ ഇമോജിയുടെ മീനിങ് എന്താണെന്ന്. അയാൾ അത് മനസ്സിലാക്കി എടുത്താൽ നമുക്ക് സക്സസ്ഫുൾ ആയി, നമ്മൾ ആ മെസ്സേജ് അയക്കുന്നതിൽ വിജയിച്ചു എന്നാണ് അർത്ഥം. ക്ലിയർ ആയോ എൻകോഡ് എന്താണെന്ന്? ഓക്കെ അല്ലേ? ഓക്കെ. Then next one message ആണ്. Message is the person's physical product, spoken words, printed words, the graphic drawing, an expression of the face, gesture of the hand. The purpose of the source is expressed in the form of a message. അതായത് മെസ്സേജ് എന്ന് പറയുന്നത് ചിലപ്പോ ഒരു പേഴ്സന്റെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, സ്പോക്കൺ വേർഡുകളാകാം, അതായത് അയാൾ പറയുന്ന വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള വേർഡുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡ്രോയിങ് ആകാം, ഇനി അത് അല്ലെങ്കിൽ ഒരു ഫേസിന്റെ, നമ്മുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ ആകാം, അതുപോലെ ഹാൻഡിന്റെ ഗസ്റ്റർ ആകാം അല്ലെ. കൈയൊക്കെ ഇങ്ങനെ നമ്മൾ വർത്താനം പറയുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്, കൈയൊക്കെ ചിലപ്പോ ഇങ്ങനെ അങ്ങനെയൊക്കെ കാണിച്ചെന്നൊക്കെ വരും. അതെന്താണ്? അത് മെസ്സേജ് ആണ്. അതായത് ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കാര്യം തുറന്ന് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ ഫേസിന്റെ എക്സ്പ്രഷൻ വരും, അതുപോലെ ഹാൻഡിന്റെ ഗസ്റ്റർ വരും, അതുപോലെ പ്രിന്റഡ് വേർഡ്സ് വരും, അതുപോലെ ഗ്രാഫിക് ഡ്രോയിങ് വരും. ഇതൊക്കെ എന്താണ്? മെസ്സേജിന് സിമിലർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ മെസ്സേജ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ചാനൽ ആണ്. അത് നമ്മൾ നേരത്തെ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തായിരുന്നു. The channel is the medium used to transmit the message. It is the link that connects the source and the receiver. Lecturing, discussion, dramatization, questioning are channels in the classroom. അതായത് നമ്മളൊരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയത്തിന് നമുക്ക് ചാനൽ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് അതായത് ചാനൽ എന്ന് പറയുന്ന ആ ഒരു മീഡിയം സെന്ററിനെയും റിസീവറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് കേട്ടോ. ചാനൽ എന്ന് പറയുന്നത് എന്താണ്? സെന്ററിനെയും റിസീവറിനെയും തമ്മിൽ കണക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ലെക്ചറിങ്, അതുപോലെ ഡിസ്കഷൻ, ഡ്രാമാറ്റൈസേഷൻ, ക്വസ്റ്റ്യനിങ്, ഇതൊക്കെ ക്ലാസ് റൂമിൽ എന്താ പറയാ മെയിൻ ആയിട്ട് നടക്കുന്നതാണ്. ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ചാനൽസ് ആണ്. The next one decode ആണ്. Here the receiver derives understand the meaning of the ideas communicated. നേരത്തെ ഞാൻ എൻകോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സിംബൽസിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഗസ്റ്ററിന്റെ രൂപത്തിലോ ഒക്കെ നമ്മൾ ഓരോന്ന് അയക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്നാൽ ഡീകോഡ് എന്ന് പറയുന്നത് അതായത് സെൻഡർ അയച്ചിട്ടുള്ള മെസ്സേജ് റിസീവർ മനസ്സിലാക്കി എടുക്കുവാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? ഡീകോഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുവാണ്, അത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡീകോഡ്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഡീകോഡ് ഉണ്ട്, എൻകോഡ് ഉണ്ട്. ഡീകോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡീകോഡ്. ഓക്കെ, അടുത്തതാണ് റിസീവർ. The receiver decodes the message in the same path as it was. അതായത് റിസീവർ എന്ന് പറയുന്നത് ആ മെസ്സേജ് മനസ്സിലാക്കി എടുക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആളെയാണ് റിസീവർ എന്ന് പറയുന്നത്. ഓക്കെ, then next one ആണ് ഫീഡ്ബാക്ക്. Feedback is the reaction by the receiver that empowers the sender to conclude if the message has been received and understood. Thus, after the receiver has decoded and explained a message, he becomes a source. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് റെസ്പോൺസ് ആണ്. ആരുടെ? ഈ ഒരു റിസീവറിന്റെ റെസ്പോൺസിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ആണോ? ഓക്കെ ആണല്ലേ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യൂ, അതായത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തുവാണെങ്കിൽ താഴെ പറയുന്ന ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുക? അതായത് നിങ്ങൾ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടാകും. ഫോണിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടാകും, ലെറ്റർ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടാകും, നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടാകും. അപ്പൊ ആ കമ്മ്യൂണിക്കേഷനില് ഓരോ കാര്യങ്ങളും, അതായത് ആ കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ഇപ്പൊ സെൻഡർ എന്ന് പറയുന്ന വ്യക്തിക്ക്
അപ്പൊ അളകയാണ് സെന്റർ എങ്കില് സെന്ററിന്റെ പേരിൽ അളകാന്ന് എഴുതുക. എൻകോഡ് എന്ന് പറയുന്നത് എന്താണ്? അതായത് എൻകോഡ് എന്ന് പറയുന്നത് സിമ്പിൾസ് ആവാം അല്ലെങ്കിൽ ഒരു കോഡ് ആകാം. അളക ഓപ്പോസിറ്റ് നൽകുന്ന വ്യക്തിക്ക് എന്ത് മെസ്സേജ് ആണോ കൊടുക്കുന്നത് അതിനെ എൻകോഡ് ആക്കി എഴുതുക. പിന്നെ അതുപോലെ തന്നെ മെസ്സേജ്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിട്ടുള്ളത്, അത് സ്പോക്കൺ വേർഡ്സ് ആണോ പറഞ്ഞിട്ടുള്ളത്, പ്രിന്റഡ് വേർഡ്സ് ആണോ പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ നോക്കിയിട്ട് അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ ചാനൽ, എന്ത് ചാനൽ വഴിയാണ് നിങ്ങൾ ആ കമ്മ്യൂണിക്കേഷൻ നടത്തിയത്, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് എഴുതുക കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? നിങ്ങൾ നടത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സൈക്കിളുമായിട്ട് കണക്ട് ചെയ്യുക. അതിനകത്ത് സെൻഡർ എന്ന് പറയുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ പേര് എഴുതുക. റിസീവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കാണോ മെസ്സേജ് അയച്ചത് അയാളാണ് റിസീവർ, അയാളുടെ പേര് എഴുതുക. പിന്നെ നടുക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതും ഇതുമായിട്ട് കണക്ട് ചെയ്ത് എഴുതുക. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എഴുതിക്കൊള്ളൂ കേട്ടോ. ടീച്ചർ ഒരു എൻകോഡ് ഇല്ലേ, എൻകോഡ് ആയിട്ട് അപ്പൊ നമ്മൾ എന്താ സിമ്പിൾസ് പറയുമ്പോഴത്തേക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഇഷ്ടമുള്ള സിമ്പിൾസ് എഴുതാം, അല്ലെങ്കിൽ കോഡ് എഴുതാം, അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരു ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഏത് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ പല രീതിയിൽ എഴുതാം. ഓക്കെ. 10 മിനിറ്റ് സമയം തരാം കേട്ടോ. ഒരെണ്ണം ചെയ്താൽ പോരെ ടീച്ചർ? ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഒരെണ്ണം ചെയ്താൽ മതി. ഓക്കെ, ചെയ്തു. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ കാര്യങ്ങളും ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്, അതായത് സെന്റർ തൊട്ട് നമ്മൾ റിസീവർ വരെയുള്ള. റീഡ് ചെയ്തോളൂ, റീഡ് ചെയ്തോളൂ. കഴിഞ്ഞെങ്കിൽ 5 ആണ്. പിന്നെ എൻഡ് കോഡ് വരുന്നത് ഇംഗ്ലീഷിലാണ്, പ്രിന്റിംഗ് വേർഡ്സിലാണ് മെസ്സേജ് ചെയ്തേക്കുന്നത്. പ്ലീസ് സെൻഡ് മീ ദ നോട്ട്സ് ഫോർ പ്രീവിയസ് ക്ലാസ്. അത് ചാനൽ പറയുമ്പോൾ വാട്സപ്പ് മെസ്സേജ് ആണ്.
അപ്പോൾ ആള് കണ്ട് ഡീകോഡ് ചെയ്ത് തംസപ്പ് ഇട്ടു. തംസപ്പ് അളക്കുക, അതായത് റിസീവർ അളക. ഓക്കെ അല്ലേ? റിസീവറിന്റെ പേരെന്തായിരുന്നു? അളക. 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 ഓക്കെ. ഓക്കെയാണ് കേട്ടോ. മനസ്സിലായോ വായിച്ചത്? ഓക്കെ. ശുഭ പറഞ്ഞോളൂ കേട്ടോ. സെൻഡർ ഞാൻ എന്റെ ഹസ്ബൻഡിനൊരു മെസ്സേജ് അയക്കാൻ തീരുമാനിച്ചു. അത് ഒരു സിമ്പലിന്റെ രൂപത്തിൽ എൻകോഡ് ചെയ്തു. ഒരു സിമ്പൽ അയക്കാന്ന് ഞാൻ തീരുമാനിച്ച, അത് സിമ്പലായിട്ട് എൻകോഡ് ചെയ്തു. മെസ്സേജ് അങ്ങനെ ഒരു സിമ്പൽ ഞാൻ മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്തു. അതൊരു അതിന്റെ ചാനല് വാട്സപ്പ് മെസ്സേജ് ആയിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാട്സപ്പിലൂടെയാണ്, അതാണ് അതിന്റെ ചാനല്. അത് ഒരു എന്റെ ഹസ്ബൻഡ് അത് ഡീകോഡ് ചെയ്തു. അതൊരു ദേഷ്യത്തിന്റെ സ്മൈലി ആയിരുന്നു. അപ്പൊ രാവിലെ എന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാന്ന് പറഞ്ഞു പോയിട്ട് തിരിച്ചെത്തിയില്ല. ഞാൻ അതിന്റെ ദേഷ്യത്തിലാണെന്ന് എന്റെ ഹസ്ബൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അത് ഡീകോഡ്. റിസീവർ ഹസ്ബൻഡ്. ഓക്കെ. ഓക്കെ. കഴിഞ്ഞവര് വായിച്ചോളൂ കേട്ടോ. ടീച്ചറെ എഴുതിയിട്ടുണ്ട്. സുബിത. സെൻഡർ സുബിത, റിസീവർ ട്യൂഷന്റെ ഗ്രൂപ്പാണ്. ചാനല് വാട്സപ്പ് വഴിയാണ് ഇട്ടേക്കണത്. അതില് വാട്സപ്പില് അത് കണ്ടു കഴിഞ്ഞപ്പോ പേരൻസ് ഡീകോഡിങ് ഇട്ടു. ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള തമ്പ് ഇട്ടു. അത്രയോ? വായിക്കട്ടെ. റിസീവർ അളക. എൻകോഡിങ്ങില് എക്സാം ഡേറ്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്മൈൽ ഇട്ടിട്ട് അതിന്റെ മേലെ എങ്ങനെ ഒരു കറങ്ങുന്ന പോലെ ഒരു ചിഹ്നം, അതാണ് ഇട്ടത്. ഇംഗ്ലീഷിലാണ്. അതിൽ ചാനൽ വരുന്നത് ഫോൺ ത്രൂ ആണ്, വാട്സപ്പ് മെസ്സേജ്. അവിടെ ഡീകോഡ് ചെയ്തു. എക്സാം ഡേറ്റ് പബ്ലിഷ് എന്നുള്ള മനസ്സിലാക്കി തിരിച്ച് അതേ സ്മൈലി തന്നെ തിരിച്ച് ഇങ്ങോട്ട് ഇട്ടു. റിസീവർ അഞ്ജു. ഞാനും അഞ്ജുവിനെ തന്നെ എഴുതിയത്. വെരി ഗുഡ്. എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. രാജേശ്വരി പറഞ്ഞു. സെൻഡർ രാജേശ്വരി. എൻകോഡ് മംഗ്ലീഷ് ലാംഗ്വേജിലെ, പിന്നെ മെസ്സേജ് വേർഡ്സിലെ, ചാനൽ മൊബൈല്, ഡീകോഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. പിന്നെ റിസീവർ എൻ്റെ ഫ്രണ്ട് സന്ധ്യ. ഫീഡ്ബാക്ക് റിയാക്ട് വിത്ത് സിമ്പിൾ. എന്താണ് രാജേശ്വരി ലാസ്റ്റ് എന്താ പറഞ്ഞത്? ഫീഡ്ബാക്ക് റിയാക്ട് വിത്ത് സിമ്പിൾ ആയിട്ട് റിയാക്ഷൻ. ഓക്കെ. ഞാൻ പറയട്ടെ മാഡം? അത് ഞാൻ അതിന്റെ കാര്യം പറയാം. ഞാൻ എൻ്റെ മോക്ക് ഒരു പാഴ്സൽ അയക്കുന്നു. അപ്പൊ പാഴ്സൽ അയക്കുന്നതിലേക്ക് വേണ്ടി ആദ്യം ഞാൻ സെൻഡർ മോളാണ്.
റിസീവർ. അപ്പൊ മോളോട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിൽക്കുന്ന സെന്ററിന്റെ അഡ്രസ്സ് വാങ്ങുന്നു. അപ്പൊ അഡ്രസ്സ് വാങ്ങുന്നത് എൻകോഡ്. എന്നിട്ട് ഒരു പാഴ്സൽ എത്തിക്കുന്നു എന്നറിയിക്കുന്നത് മെസ്സേജ്. എന്നിട്ട് ആ പാഴ്സൽ അവർക്ക് കിട്ടുന്നത് ഡീകോഡ്. അപ്പൊ റിസീവർ പാഴ്സൽ കിട്ടിക്കഴിഞ്ഞപ്പോ ആ വ്യക്തി പാഴ്സൽ ഡീകോഡും റിസീവർ ആ വ്യക്തിയും എന്റെ മോളും ദെൻ അവക്ക് ഹാപ്പി ആവുന്നു. അത് ഫീഡ്ബാക്ക്. ഓക്കെ. ഇനി രാജലക്ഷ്മിയാണ് പറയാനുള്ളത്. രാജലക്ഷ്മിയും പറയാനുണ്ട്, അന്ന കുര്യനും പറയാനുണ്ട്. ബാക്കി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. മിസ് ഫ്രം രാജലക്ഷ്മി ടു ഞാൻ എൻ്റെ ഹസ്ബൻഡിനാണ് അയച്ചത്. അപ്പൊ ഹസ്ബൻഡിനൊരു ചിരിക്കുന്ന ഒരു സ്മൈലി ഇട്ടിട്ട് പറഞ്ഞു ഇങ്ങനെ കാപ്പിപ്പൊടി തീർന്നു പോയി, വരുമ്പോ കാപ്പിപ്പൊടി വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങേര് ശരിന്ന് പറഞ്ഞിട്ട് ഒരു തമ്പിട്ടു. അതാണോ? മൊബൈല് വാട്സപ്പ് വഴിയാണ് അയച്ചത്. അത്രയും മതിയോ? മതി മതി മതി. ഓക്കെ കേട്ടോ. അന്ന പറഞ്ഞു. റിസീവർ അപർണ ഫ്രണ്ട എൻകോഡ് with English language spoken വേഴ്സിൽ can you come with the voice office on tomorrow ചാനൽ വെൽക്കം കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അപ്പൊ അത് ഡിക്കോഡ് ചെയ്ത് ഇടാനുള്ള ഹാപ്പി സ്മൈലി. ഓക്കെ. ഇനി ആരും ഇല്ലെന്ന് തോന്നണം അല്ലെ? എല്ലാവരും തന്നെ പറഞ്ഞു. ആ നോയ്സ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യും കേട്ടോ. നോയ്സ് റീഡ് ചെയ്തായിരുന്നോ? ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെ കുറിച്ച് പറയാം. ഓക്കെ. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. വൈൻഡ് അപ്പ് ചെയ്യുമ്പോ എനിക്ക് ഗ്രൂപ്പിൽ ഒരു കാര്യം സംസാരിക്കണുണ്ട് ടീച്ചറെ. അപ്പൊ നമ്മുടെ ഗ്രൂപ്പില് അപ്പൊ ഒരാളാണ് ഇൻചാർജ് എടുത്ത് ചെയ്യുന്നത്. അപ്പം ആള് ചിലപ്പോ ഓൺലൈൻ ക്ലാസ്സിൽ കാണത്തില്ല. അപ്പം ഉള്ളവരാരായാലും നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ഇൻഫർമേഷൻ ഇട്ടുന്നാല് ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഒരാൾ ചോദിക്കുന്നുമ്പേ ഒരു ക്ലാസ് കഴിയുമ്പം ഇന്നിപ്പം നമ്മളിപ്പോ കമ്മ്യൂണിക്കേഷൻ ക്ലാസ് ആണോ ടീച്ചറാണ് എടുത്തത് ഇന്ന പോർഷൻ ആണെന്ന് ആരിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് സൈൻ ഔട്ട് മാത്രമായിട്ട് ഒതുങ്ങി, ഒരു ഹെൽപ്പ് ഇല്ലാതെ. കാരണം അതിന് മുമ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു ശാലിനി എന്ന് പറഞ്ഞ്. ആ കുട്ടി കോർഡിനേറ്റ് ചെയ്തപ്പോൾ നല്ല എന്ന് വെച്ചാൽ ഞങ്ങള് മിക്കപ്പോഴും ഓൺലൈൻ ക്ലാസ്സിൽ ഇല്ലാത്തവരായിരിക്കും. ഇപ്പൊ തന്നെ ടീച്ചറിനെ അറിയാം സ്ട്രെങ്ത് കുറവാണ് നമ്മുടെ. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിന് സ്ട്രെങ്ത് കുറവാണ്. അപ്പം
ഓഫ്ലൈൻ ആയിട്ട് കാണുന്നു. അപ്പൊ അവർക്ക് ഒരു ഹെൽപ്പ് ആയിരിക്കും അത്. അപ്പം ഞാൻ എല്ലാവരുടെ കൂടെയാണ് പറയണം. അപ്പം ഞാനും ഉള്ള ദിവസം ഞാനും ഇട്ടേക്കാം ഇന്ന ക്ലാസ് ആണ് ഇന്ന് നടന്നത്, ഇന്ന നോട്ട്സ് ഒക്കെ ആണെന്ന്. അപ്പം നമ്മളെല്ലാവരും ഒത്തു നിന്നാൽ എല്ലാവർക്കും അതൊരു ഉപകാരമാവും. ഒരുപാട് പേര് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്. പിന്നെ ഇത് കണക്ക് നമ്മുടെ ഇപ്പം എന്റെ കാര്യം തന്നെ ആയിക്കോട്ടെ, ചില ക്ലാസ്സുകളിൽ ഞാൻ മിസ് ചെയ്ത ക്ലാസ്സുകളുണ്ട്. ഞാനത് ഈ വായിച്ച് മനസ്സിലാക്കിയാണ് എടുത്തത്. ക്ലാസ് കാണാൻ ചിലപ്പോൾ സമയം വരത്തില്ല. അപ്പൊ എല്ലാവരും പരസ്പരം ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പം നല്ല രീതിയിലാവും. കാരണം എന്ന് വെച്ചാൽ ഞാൻ MP9 നിന്ന് മാറി ഇതിലോട്ട് വന്നതാ. കാരണം ആ ഗ്രൂപ്പ് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നല്ല ഒരു ഹെൽപ്പിംഗ് ഉള്ളതായിട്ടുള്ള ഗ്രൂപ്പായിരുന്നേ. അപ്പൊ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ എല്ലാരും സഹകരിച്ച് നിൽക്കാൻ വേണ്ടി പറയണതാണ്. എനിക്ക് അതിലൊരു വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം പക്ഷെ എനിക്ക് സഹായിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആളക്കാതെ രാജേശ്വരി, അവരുടെയൊക്കെ പേഴ്സണൽ നമ്പർ ഞാൻ വിളിച്ചിട്ടാണ് ഞാൻ ഓരോ നോട്ടൊക്കെ ചോദിക്കുന്നത്. അവരൊക്കെ സഹായിക്കുന്നുണ്ട്, ആരും സഹായിക്കുന്നില്ലെന്നല്ല. അപ്പൊ ഉള്ളവര് നമുക്കിപ്പോ ആരായിക്കോട്ടെ, ഇപ്പൊ ഇൻചാർജിനെ ഇടണമെന്നില്ല, നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ള ഗ്രൂപ്പാ. അപ്പൊ അതെല്ലാരും ഒന്ന് സഹകരിച്ച് എനിക്ക് എനിക്കെന്നല്ല, ഒരുപാട് പേര് ഓഫ്ലൈൻ ഉള്ള ഒരു കുട്ടികളുണ്ട്. അപ്പൊ പറഞ്ഞത് കേട്ടല്ലോ, അഞ്ചു പറഞ്ഞത് കേട്ടല്ലോ. എല്ലാവരും ഒന്ന് കോർഡിനേറ്റ് ചെയ്യാം, പരസ്പരം കുറച്ചുകൂടി ആക്റ്റീവ് ആവാ കേട്ടോ. കഥകളും പാട്ടും ഡാൻസും ഒക്കെ കളിക്കുക ക്ലാസ്സിൽ. എപ്പോഴും ഉറക്കം തൂങ്ങിയായിരിക്കുന്നേ. സത്യം പറയാലോ, എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ വൈകിയാണ് തംസപ്പ് ഇടുക. അപ്പൊ അങ്ങനെയല്ല നമ്മുടെ ഒരു ക്ലാസ് വേണ്ടത്. അങ്ങനെ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. ഞാൻ പൊതുവിൽ എനിക്കൊന്ന് വെച്ചാൽ ഞാൻ വീണ്ടും ചോദിക്കുന്നു. ഞാൻ ചോദിക്കുമ്പോൾ ഇട്ട് തരും. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ആര് ചോദിച്ചാലും അവർ ഇട്ട് തരും. പക്ഷെ ചോദിക്കാതെ തന്നെ ഒരു ക്ലാസ് കഴിയുമ്പോൾ ഇന്നതാണെന്ന് പഠിപ്പിച്ചതെന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഒന്നതാണോ, അപ്പം നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കിട്ടും. അതുകൊണ്ടാണ് ആരുടെ ഞാൻ പേഴ്സണലായിട്ട് ഒരു വിരോധം വെച്ചിട്ടല്ല പറയണേ. എൻ്റെ ഒരു സജഷനാണ്. ഞാൻ അന്നോട്ട് ചോദിക്കുകയാണ്. ആ ഇൻചാർജായ കുട്ടിയെടുത്ത് ഞാൻ പേഴ്സണലി മെസ്സേജ് ഇട്ട് പറഞ്ഞിട്ടുണ്ട്, എടാ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഇതും കൂടെ ഉണ്ടോ എന്ന് വരെ ഞാൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ഇനി വഴക്കെന്തെങ്കിലും ആവുമെന്നും എനിക്കറിയത്തില്ല. അല്ല, ഞാനിത് പൊതുവിൽ പറഞ്ഞതാണ്. സഹായിക്കുന്ന ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ദിവസം എടുത്ത ചാപ്റ്റർ പോർഷൻ ഒക്കെ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങള്. അപ്പൊ മറ്റുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആകും കേട്ടോ. ഓക്കെ, പറഞ്ഞു കൊടുക്കുക. പറയുന്ന കുട്ടികളുണ്ട് എനിക്കറിയാം. എന്നാലും എല്ലാവരും ഒന്ന് അതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം പറയുന്ന കുട്ടി, അത് ക്ലാസ്സിലെ അറ്റൻഡൻസ് ഉണ്ടാവാറുണ്ട്. അതിന് ഇടയ്ക്ക് ലെഫ്റ്റ് ആയി പോകുന്നത്, വന്ന് കയറും, അത് കഴിഞ്ഞ് ഇടയ്ക്ക് ലെഫ്റ്റ് ആയി പോകും. ആ കുട്ടി ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ടോ? എന്റെ അല്ലാതെ വേറെ ക്ലാസ്സിൽ ഇരിക്കാറുണ്ടോ കണ്ടിന്യൂസ് ആയിട്ട്? അറിയാമോ? അറിഞ്ഞോട് ടീച്ചർ. അറിയില്ല അല്ലേ? ഓക്കെ, വേറെ ആർക്കും അറിയില്ല? അളക, രാജലക്ഷ്മി, അളകയൊക്കെ സ്ഥിരം കേറുന്ന ചില ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്, ലെഫ്റ്റ് ആയി പോകുന്നത് അറിയൂല. ജോബ് സാറിന്റെ ഒക്കെ ക്ലാസ്സിൽ ഉണ്ടെന്ന് ഞാനിപ്പോ കുറച്ച് ക്ലാസ് ഇങ്ങനെ മിസ്സാക്കിയിട്ടുണ്ട്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് കയറും, പിന്നെ ലെഫ്റ്റ് ആയി പോകും. എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ തന്നെയാ. അപ്പൊ ഒന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു എനിക്കത് നിങ്ങളോട്, എങ്ങനെയാണെന്ന്. വേറെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവാറുണ്ടോ? ഓക്കെ, ഞാൻ പിന്നെ ചോദിച്ചോളാം. അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം, സമയമായിട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും പരസ്പരം ഒരു കോർഡിനേഷനിലൂടെ പോവുക. എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് പറയട്ടെ.